ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ വരരുചിയുടെ തുടർക്കഥയാണ് പറയിപെറ്റ പന്തിരൂര. ഇന്ന് കേൾക്കാൻ പോകുന്നത് വള്ളൂൻ. കടപ്പാട് വീണ ബുക്ക് ഹൗസ്, പേട്ട, തിരുവനന്തപുരം. കഥയിൽ ചോദ്യമില്ല, നമുക്ക് കേൾക്കാം. വള്ളൂൻ. അങ്ങനെ വരരുചിയും പഞ്ചമിയും കൂടി വളരെ ദൂരം നടന്നു. കുശലങ്ങൾ ചോദിച്ചും കിന്നാരങ്ങൾ പറഞ്ഞും ചിരിച്ചും രസിച്ചും അവർ നടന്നു. ഇടങ്ങളിൽ ചിലയിടത്ത് വിശ്രമത്തിനായി ഇരുന്നും വഴിയാത്രയ്ക്കരികിൽ ചിലർക്ക് ഉപദേശങ്ങൾ നൽകി നേർവഴിക്ക് നയിച്ചു. പിന്നിട്ട ദൂരം അവർ അറിഞ്ഞതേയില്ല. ചിലപ്പോൾ കൂടെ നടന്നവരെ വേർപെടുത്തിയും മറ്റു ചിലപ്പോൾ കുട്ടികളെ സ്തുതിഗീതങ്ങൾ പാടിച്ചും ആ ദമ്പതികൾ യാത്രാക്ലേശം അറിഞ്ഞില്ല. എരിവേനൽ അടങ്ങിയപ്പോൾ കുളിരും ഒത്തിരി മറയും ഏകാന്തതയുമൊക്കെയുള്ള ഇടം കണ്ടെത്തി. ഇല്ലിമുളം കാട്ടിനരികിലുള്ള കുറ്റിമറ ചായ്പിൽ അവർ കടന്നുകൂടി. ചുറ്റുമുള്ള സന്ധ്യാസൂനങ്ങൾ സുഗന്ധ സ്മേരത്താൽ ദമ്പതികൾക്ക് സ്വാഗതമരുളി. കാട്ടുമുല്ലയിൽ നിന്ന് സുഗന്ധം പെയ്തിറങ്ങി. വനമാലിക ഒരു മഹോത്സവത്തിൻ്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു. ഇളം ചീവിടുകളുടെ വിശ്രമഗാനങ്ങൾ എങ്ങും മുഴങ്ങി. രാഗലോലരായ രാക്കിളികളുടെ പ്രണയസല്ലാപങ്ങൾ ഒത്തുകൂടിയ സുന്ദരമായ കുറ്റിമറക്കാവ് അവിടം ഒരു ഉദ്യാനം പോലെ പ്രശോഭിച്ചു. ഇതിനിടയിലും അരികിലെ കൈത്തോട്ടിൽ നിന്ന് കുളി കഴിഞ്ഞ് പഞ്ചമി ഈറൻ മാറ്റി വന്നു. അപ്പോഴേക്കും വരരുചി കീർത്തനശോകങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്നു. നേരം ഇരുണ്ടു കയറിയപ്പോൾ ഇരുവരും യാത്ര അവസാനിപ്പിച്ചു. വിശ്രമത്തിനിടം തേടി. അന്തിയിൽ ചേക്കേറുന്ന പഞ്ചവർണ്ണ കിളികൾ നെഞ്ചിലിക്കിളിയുമായി കുളിരകറ്റി ചൂട് പങ്കിടുന്നത് ആ ദമ്പതികൾ നോക്കിയിരുന്നു. എൻ്റെ പഞ്ചമിക്ക് എന്നും 16. ഭർത്താവിൻ്റെ ഉറക്കറ വർണ്ണന കേട്ട് പഞ്ചമിക്ക് ചിരി വന്നു. അവൾ പ്രാണനാഥനോട് പറഞ്ഞു, ഇന്ന് വർണ്ണന പെരുത്താണല്ലോ. നീ അങ്ങ് നോക്കിക്കേ പഞ്ചമി, ആകാശത്തിൽ നിറയെ നക്ഷത്രങ്ങൾ. പടിഞ്ഞാറേക്കോളിൽ ശുക്രൻ ഉദിച്ചിരിക്കുന്നു. നല്ല മുഹൂർത്തം. വരരുചി പഞ്ചമിയെ പിടിച്ച് മടിയിലിരുത്തിക്കൊണ്ട് ആകാശം ചൂണ്ടിക്കാണിച്ചു. പ്രായം കൂടുന്തോറും കളി കൂടുന്നുണ്ടല്ലോ. പഞ്ചമി തൻ്റെ പ്രണയദാതാവിന് വെൺമുകിൽ മാലകൾ നോക്കി നിൽക്കെ ഒരു ചുംബനം നൽകി. വരരുചിക്ക് മുഖത്ത് ക്ഷീണവും കണ്ണിന് ആഴവും കാണുന്നുണ്ടെങ്കിലും എന്നെന്നും 20 തന്നെ. പഞ്ചമി തൻ്റെ ഭർത്താവിൻ്റെ നർമ്മരസം പ്രഭാഷണം കേട്ട് പുളകിതയായി. പൂവെണ്ണിലാവിൻ്റെ പൂമെത്തയിൽ ചന്ദ്രൻ ഉറങ്ങാൻ കിടന്നു. പഞ്ചമി തൻ്റെ പ്രിയതമ്മൻ്റെ നെഞ്ചിലേക്ക് ഒട്ടി. അവൾ സ്വപ്നങ്ങൾ വിളയിച്ചു, സ്വപ്നങ്ങൾ കൊയ്തു. ലഗ്നം സാർത്ഥകമാകുന്ന മുക്തവികാരങ്ങൾ വരരുചി പഞ്ചമി ദമ്പതികൾക്ക് ആദ്യ രാത്രി പോലുള്ള സുഖം നേടിക്കൊടുത്തു. രതിസുഖത്തിൻ്റെ സുതാര്യ മുഹൂർത്തങ്ങൾ അവരിൽ അനുഭൂതി വിളയിച്ചു. ആ രാത്രിയുടെ മധ്യയാമത്തിലും ഭർത്താവിനൊപ്പം ഉറക്കറ പങ്കിട്ട പഞ്ചമിയുടെ ചെവിയിൽ വരരുചി പറഞ്ഞു, ഇന്ന് പഞ്ചമിയാണ്, ദിശ നല്ലതാണ്, ലഗ്നം പിഴച്ചില്ല. പഞ്ചമി ചിരിച്ചു. ആ ചിരി കണ്ട് വരരുചി ചിന്തിച്ചു, 4ാമൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. അവരന്നുറങ്ങി, പെരുത്തുറങ്ങി. ആ ഉറക്കത്തിൻ്റെ സുഖം പഞ്ചമിയിൽ ഇക്ലി വിരിയിച്ചു. കൊച്ചു വെളുപ്പാങ്കാലത്ത് ഭാണ്ഡവും പേറിയുള്ള ഈ ദേശാടകർ നേരെ ഏറെ വൈകിയാണ് യാത്ര പുറപ്പെട്ടത്. ചിന്തിക്കും തോറും ചിരി വരുന്ന ഭർത്താവിൻ്റെ കാമലീലാവിലാസങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും സുഖമേറ്റുവാങ്ങിയ പഞ്ചമി തൻ്റെ പ്രിയ പുരുഷൻ്റെ കാലടികളെ പിന്തുടർന്നു. അജ്ഞാത സുഖത്തിൻ്റെ മായിക വലയം പൊട്ടിച്ച് പുറത്തിറങ്ങിയ ഏകാന്ത പതികൻ വരരുചി തന്നോടൊപ്പം പോന്ന പ്രിയമതമയിൽ ശ്രദ്ധ ചെലുത്താതെ നടന്നു. മധ്യാഹ്നവേളയ്ക്ക് ശേഷമുള്ള യാത്ര മതപുരോഹിതന്മാരുടെ മഠങ്ങളിലേക്കായിരുന്നു. പുരോഹിതരിൽ ചിലർ വരരുചിയെ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് കളത്രത്തിന് മാന്യമായ സൽക്കാരം നൽകി. ആത്മീയ ബന്ധം അരക്കിട്ടുറപ്പിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ നൂലാമാലകളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വരരുചി പ്രഭാഷണം ആരംഭിച്ചു. ശ്ലോകങ്ങളും കീർത്തനങ്ങളും കൊണ്ട് മഠാന്തരീക്ഷം പ്രശാന്തമായി. അന്തി ഉറങ്ങാൻ അവസരം ഒരുക്കിയെങ്കിലും ആ ദമ്പതികൾ അത് നിഷേധിച്ചു. അവർ യാത്ര തുടർന്നു. അങ്ങനെ എത്രയോ ദിവസങ്ങൾ നാടും നഗരവും ചുറ്റുള്ള അലക്ഷ്യമായ യാത്ര. പഞ്ചമി നാടിനെക്കുറിച്ച് പഠിച്ചു, നാട്ടുകാരെക്കുറിച്ച് പഠിച്ചു. ഇതിനിടയിൽ സരസകോമളമായ കേരളീയ ജീവിത രീതി പഞ്ചമിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. കേരളീയ തനിമയിൽ വസ്ത്രധാരണം ചെയ്യാനും വിലോല മനസ്സിൽ വികാരങ്ങളെ മറയിട്ട് സൂക്ഷിക്കാനും പഞ്ചമി പഠിച്ചു. വരരുചിയുടെ മനസ്സിൻ്റെ വാതായനത്തിൽ അവളൊരു വളർത്തുപക്ഷിയെപ്പോലെ ജീവിച്ചു. മാസങ്ങൾ 9 പിന്നിട്ടു. വരരുചി പറഞ്ഞു, നിനക്ക് പ്രസവിക്കാൻ ഇനി 18 ദിവസങ്ങൾ മാത്രം. ഇടം കണ്ടുവച്ചോ? പേറ്റുനോവ് വരുമ്പോൾ ഇടവും ഉണ്ടാവും. പഞ്ചമി പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൾ അദ്ദേഹത്തോടൊപ്പം നടന്നു. യാത്രയുടെ വേഗത കുറഞ്ഞു. കണ്ടപ്പോൾ ഭർത്താവിനോട് അവൾ ചോദിച്ചു, വന്നിടം തിരിച്ചെത്താറായോ? അതൊരിക്കലും ഉണ്ടാകില്ല. അന്ന് വൈകുന്നേരം അവർ വാഴപ്പണയുടെ ചുറ്റുമാടത്തിൽ കൂടി. അങ്ങനെ 2-3 ദിവസങ്ങൾ ഏലക്കരയും തെങ്ങിൻതോപ്പും കോവിലിടങ്ങളുമായി ചുറ്റിക്കറങ്ങി. ഒരു ദിവസം പഞ്ചമി ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് അടിവയർ ധരിക്കുന്നു. അത് ഏതോ ഒന്നിൻ്റെ മുന്നറിയിപ്പാണ്.
അത് കേട്ട് പഞ്ചമി ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, എൻ്റെ കാൽ കളരുന്നത് പോലെ ഇടുപ്പ് കഴച്ചു വീഴുന്നു. എനിക്കിത്തിരി ഇരിക്കണം. നീ ഇരിക്കണ്ട, ആ കുളപ്പുരയിൽ പോയി കിടന്നു, പ്രസവം വടി നടക്കും. പഞ്ചമി ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഭാണ്ഡക്കെട്ട് വാങ്ങി അതിൽ നിന്ന് 2-3 തുണിക്കഷ്ണങ്ങൾ എടുത്ത് തോളത്തിട്ട് വേച്ച് നടന്നു. കുളക്കടവിലെ പൊന്തൻ വാഴകളിൽ ഞെരിഞ്ഞുറങ്ങുന്ന കൊണ്ടയും കുറുക്കയും പുറപ്പെടുവിക്കുന്ന തവളമാക്രികളുടെ ശബ്ദങ്ങളുടെ തരപ്പൊരുത്തം വരാത്ത ഗീതികൾ കേട്ടുനിന്ന വരരുചി പെട്ടെന്ന് കുളക്കടവിൻ്റെ പടികളിറങ്ങി മുട്ടോളം ജലത്തിൽ ഇറങ്ങി നിന്ന് ഇരു കൈകളിലും ജലം കോരിയെടുത്ത് നിശ്ചല ജപത്തിലാണ്ടു. കുളപ്പുരയിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ട് വരരുചി മുഖം കഴുകി കരയിൽ കയറി ഉറക്കെ വിളിച്ച്, പഞ്ചമി, എന്തോ കഴിഞ്ഞു? വരരുചി, ബ്രാഹ്മണനിത ഒരു ആൺകുഞ്ഞിന് അച്ഛനായിരിക്കുന്നു, പഞ്ചമി അമ്മയായിരിക്കുന്നു. ഞാൻ അവനെ എടുത്തോണ്ട് പോരട്ടെ? വേണ്ട, അവിടെ കിടന്നോട്ടെ. അയ്യോ, അവൻ വിശന്ന് കരയുന്നു. കരയുന്ന കുട്ടിക്ക് വായുണ്ടല്ലോ. ഉണ്ടേ, വായുണ്ടെങ്കിൽ പിഴച്ചോളും. അന്നം കൊടുക്കാൻ ആളുമുണ്ടാവും. നീങ്ങി പോരെ. അവൻ പാലിന് കരയുന്നു, അവൻ്റെ തൊണ്ട ഉണങ്ങുന്നു. ചോറിനും കരയേണ്ടിവനാണ്. നീങ്ങി പോരെ പഞ്ചമി, ഇത്തിരി പാല് കൊടുത്തോട്ടെ പഞ്ചമി. ആ വിളി ഒരു ഗർജനമായിരുന്നു, പതിവ്രതയുടെ നെഞ്ചുടക്കിയ ഗർജനം. അത് കേട്ടവൾ പിടഞ്ഞു. 2 കണ്ണീർ മാത്രം തൻ്റെ പൊന്നു മുൻ നൽകിക്കൊണ്ട് ശപിക്കപ്പെട്ട മാതാവ് ശാദ്വല വീതിയിലൂടെ ഭർത്താവിനെ അനുഗമിച്ചു. നിർദ്ദയമായ ആ ദിവസത്തെ അവൾ ശപിച്ചു. ഇത്തിരി കിന്നാരത്തിലൂടെ ഒത്തിരി മോഹങ്ങൾ തനിക്ക് നൽകിയ ഭർത്താവ് ബീജ സംഭാവനയിലൂടെ തന്നെ ഒരു അമ്മയാക്കി തീർത്തില്ലേ? അതൊരു സമസ്യയായിരുന്നു. ഏത് വാക്ക് ചേർത്തും പൂരിപ്പിക്കാനാവാത്ത സമസ്യ. ആ സമസ്യയാണ് ഈ അമ്മ. ഭ്രൂണം വളർച്ചയിലെത്തിയപ്പോൾ, കുഞ്ഞിന് രൂപം നൽകിയപ്പോൾ, കുഞ്ഞ് പൂജാതനായപ്പോൾ അവൻ്റെ പിതൃത്വത്തിന് അവകാശിയായ പിതാവ് എവിടെ? കുഞ്ഞിനെ സംരക്ഷിക്കാൻ കടപ്പെട്ട പിതാവ്, അവനെ വളർത്താൻ മറ്റാരോ ഉണ്ടെന്ന് പറയുന്ന പിതാവിൻ്റെ നിർദ്ദയ വചസ്സുകൾ പഞ്ചമിയുടെ ജീവിത മോഹങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു. അമ്മയാകാനും പ്രസവിക്കാനും ആരോഗ്യമുള്ള ഒരു സ്ത്രീയാണ് താനെന്ന് തെളിയിച്ചിട്ടും അംഗീകരിക്കാനാവാത്ത പരുക്കൻ നയങ്ങളുമായി ആഢ്യബ്രാഹ്മണൻ വരരുചി നടക്കുന്നു. ദുഃഖങ്ങളുടെ ദുരൂഹ സാഹചര്യത്തിൽ ജന്മമാർന്ന സ്ത്രീ എന്ന അപക്വമതികളിൽ ഒരാളാണ് താൻ. സഹിക്കുക തന്നെ. സഹനശക്തിയുടെ പ്രതിരൂപമാണല്ലോ സ്ത്രീ. സാഹചര്യങ്ങളാൽ മതിക്കപ്പെടുമ്പോൾ കരുണയുടെ കണിക പോലും നിഷേധിക്കപ്പെടുന്ന അപര അവളെ ഈ പ്രപഞ്ചത്തിന് ആവശ്യമാണ്. പക്ഷേ അവളുടെ ദുഃഖം കാണാൻ ഒരു ജീവിയെങ്കിലും ഉണ്ടോ? യാഥാർത്ഥ്യങ്ങളിലേക്ക് ചൂടുനിറങ്ങിയ പഞ്ചമിയുടെ ചിന്ത ഗതകാലങ്ങളുടെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനാവാതെ വേവലാതിപ്പെട്ട് ഓടുന്ന പോലെ തോന്നി. മനുഷ്യരൊഴികെ സകല പ്രപഞ്ച ജീവികളെയും ചെയ്തികൾ ഇതുപോലെ തന്നെ. മഹാപണ്ഡിതനായ വരരുചി മനുഷ്യനെ കാണുന്നതോ അതേ കണ്ണുകൊണ്ടായിരിക്കാം. ഈ ശൈലി വരരുചിക്ക് മാത്രം ഉള്ളതാണ്. ആർഷഭാരതത്തിലെ ഈ സ്ത്രീക്ക് അവളുടെ അവകാശം ആരോ നിഷേധിച്ചിരിക്കുന്നു. അവൾ ഭർത്താവിനോടൊപ്പം നടന്നു. കണ്ണിൽ കണ്ട ജലാശയത്തിൽ മുങ്ങിക്കുളിക്കുവാനും കുടിവെള്ളം മോന്തി വിശപ്പടക്കാനും ശീലിച്ച ബ്രാഹ്മണ വിദ്വാന്റെ സഹധർമ്മിണിക്ക് മറ്റെന്താശിക്കാനിരിക്കുന്നു? അധ്യാധ്വാനം കൊണ്ടുള്ള നിത്യവൃത്തിയിലൂടെയാണ് കേരളീയർ ഭൂരിഭാഗവും പൂർണ്ണത നേടുന്നത്. കുലത്തൊഴിലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതാന്ത്യം വരെ കയ്പും മധുരവും അനുഭവിച്ചറിഞ്ഞ് ഇഹലോഹവാസം പിടിയുന്നവർ വിരളമല്ല. ഇത്തിരി മോഹവും അത്രയും തന്നെ ദുഃഖവും കേരളീയർക്കുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. പാടത്ത് പണിതും കൃഷിയിറക്കിയും കൂലിപ്പണി ചെയ്തും കുടില് പോറ്റുന്ന ധാരാളം മനുഷ്യർ ഇവിടെയുണ്ട്. ഉഴവനും ജന്മിയും തമ്മിലുള്ള അകൽച്ച കൈവിടാതെ അടിമത്തത്തിൽ അമരുന്ന 10,000 ഇവിടെയുണ്ട്. അന്തിക്ക് കഞ്ഞി പോലും വക കാണാത്ത അർത്ഥപട്ടിണിക്കാരായ ജനങ്ങൾ ധാരാളം ഉണ്ടിവിടെ. എങ്കിലും ആർദ്രസ്നേഹം, മതസൗഹാർദ്ദം, എല്ലാത്തിനുമുപരി ഐക്യം, ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് കേരളം. ആധുനിക കേരളം വരരുചി ദമ്പതിമാരുടെ ദേശാടനത്തിന് ഹാർദവമായ സ്വാഗതം നൽകി. എവിടെ ചെന്നാലും സൽക്കാരം. എങ്ങും തുമ്പിലയിൽ ചോറ്. തലചായ്ക്കാൻ കേരള ഭൂമി മുഴുവൻ അവർക്കായി തുറന്നിട്ടിരിക്കുന്നു. സ്വൈരസഞ്ചാരം ചെയ്ത് ജീവിത ലക്ഷ്യം നിറവേറ്റാനുള്ള വരരുചിയുടെ ജൈത്രയാത്ര പാരമ്പര്യ സുഖത്തോടെ കേരളീയർ കണ്ടുവന്നു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന മഹാപണ്ഡിതന്റെ ഓരോ ഭാവചലനങ്ങളും ജനശ്രദ്ധ പിടിച്ചുപറ്റി. ആർഷഭാരതത്തിന്റെ തെക്കേക്കോണായ കൊച്ചു കേരളം വരരുചി ദമ്പതിമാർക്ക് രക്ഷാകേന്ദ്രമായിരുന്നു. മഞ്ഞണിഞ്ഞ കുന്നുകളും മലരണിഞ്ഞ കാടുകളും സുഗന്ധപൂരിതമായ വിശാല അന്തരീക്ഷവും ആ ദമ്പതിമാർക്ക് ഉന്മാദ ലഹരി വിളമ്പിക്കൊടുത്തു. വിജനത അറിയാതെ, വിവാദം സൃഷ്ടിക്കാതെ പണ്ഡിതനായ വരരുചി നന്മയുടെ പ്രണയലീല വിലാസങ്ങളിൽ ഒഴുകി നടന്ന് എത്രയോ വസന്തങ്ങളിൽ അവർ മുക്തസല്ലാപം കൊയ്തു. പാറ പൊട്ടിച്ച് കല്ലുണ്ടാക്കുന്നവർ, തൊണ്ടുതല്ലി ചകിരി പിരിച്ച് കയറുണ്ടാക്കുന്നവർ, കാറും കോളും വകവയ്ക്കാതെ കടലിൽ തോണി തുഴഞ്ഞ് വലയെറിഞ്ഞ് മത്സ്യം പിടിക്കുന്ന മുക്കുവർ, വലയിൽ കുടിയ മീനിനെ വിറ്റ് കാശാക്കി നിത്യവൃത്തിക്ക് വക കാണുന്ന മുക്കുവ സ്ത്രീകൾ, ഇവർ കേരളീയർ അത്രേ. കല്ലും മണ്ണും ചുവന്ന് കൂര പണിതും കുടിലുകെട്ടിയും മാളികയും മണിമാളികയും പണിത് അധ്വാനത്തിന് വക കാണുന്നവർ, അന്നത്തിന് വക കാണുന്നവർ ആവശ്യത്തിലേറെയുണ്ട്. വിഴുപ്പലപ്പിക്കുകയും
തുഴഞ്ഞും കാലം കഴിക്കുന്നവർ ചില്ലറയൊന്നുമല്ല. കൂട്ടത്തിൽ ഒരു കടത്തുകാരൻ വരരിയുടെ കഥാവൃക്ഷത്തിലെ ശാഖയായി മാറിയ യാദൃച്ഛികമായിരുന്നു. കുളപ്പുരയോരത്ത് വള്ളമൊതുക്കി തൈ പീടികയിൽ നിന്ന് ചില്ലറ ചായ മോന്താൻ പടി കയറുമ്പോഴായിരുന്നു വള്ളക്കാരൻ്റെ കാതിൽ ആ ശബ്ദം കേട്ട്. എന്താണ് ആ ശബ്ദം? വള്ളക്കാരൻ ശ്രദ്ധിച്ചു. തലയിൽ ചുറ്റിയിരുന്ന തോർത്തെടുത്ത് തോളത്തിട്ട് ആ വള്ളക്കാരൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. പട്ടിക്കുഞ്ഞോ, പട്ടിയോ പൂച്ചക്കുട്ടിയോ എന്ന് അയാൾ ശങ്കിച്ചു. വള്ളക്കാരൻ തൊട്ടടുത്ത് നിന്ന ചീലാന്തി മരത്തിൽ ചാരി നിന്നുകൊണ്ട് ആ ശബ്ദം കേൾക്കാൻ വീണ്ടും കാതോർത്തു. അതൊരു കുഞ്ഞിൻ്റെ കരച്ചിലാണല്ലോ. വള്ളക്കാരൻ ഇഴിഞ്ഞു തീരാറായ ബീഡിക്കുറ്റി വലിച്ചെറിഞ്ഞുകൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തെ ലക്ഷ്യമാക്കി നടന്നെത്തി. കുളപ്പുരയിൽ അതാ ഒരു മനുഷ്യക്കുഞ്ഞ്. ഏതോ സ്ത്രീ പെറ്റിട്ടിട്ട് അധികം നേരമാകാത്ത വിധികെട്ട പിഞ്ചുകുഞ്ഞ്. ഇവൻ ഗതികെട്ടവനാണല്ലോ, തള്ളയ്ക്കും വേണ്ടാത്ത ചുഴിക്കുറ്റം പിടിച്ചവൻ. ഇവൻ്റെ തന്തയാര്? അത് ഏത് മഹാപുരുഷനാണെങ്കിലും പ്രവൃത്തിദോഷം തന്നെയാണ്. പെറ്റെറിഞ്ഞു പോയ തള്ള എത്ര ദുഷ്ടയാണ്. പണത്തിനു വേണ്ടി മാംസം വിറ്റ ഏതോ തേപിടിച്ചയുടെ ജാരസന്തതിയാകാനേ തരമുള്ളൂ. അവൾക്കൊക്കെ പെറ്റെറിയാൻ കണ്ട സ്ഥലം. കടത്തുകാരൻ തിരിഞ്ഞടക്കാൻ തുടങ്ങി. മനുഷ്യഗന്ധം മുഖത്ത് രച്ചു കയറിയപ്പോൾ ചോരക്കുഞ്ഞ് വാതോരാതെ കരച്ചു തുടങ്ങി. ആ കരച്ചിലിൻ്റെ അലകൾ വള്ളക്കാരൻ്റെ മനസ്സിൽ വിള്ളലുകൾ സൃഷ്ടിച്ചു. അയാളുടെ മനസ്സാകെ ഇളകി മറിഞ്ഞു. കാലുകൾ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ വള്ളക്കാരൻ്റെ കാലിരുമ്പ് പോലുള്ള മനസ്സുരുകി. അയാൾ ആ കുഞ്ഞിൻ്റെ അരികിൽ ചെന്ന് കുത്തിയിരുന്നു കൊണ്ട് അവൻ്റെ മുഖം ശ്രദ്ധിച്ചു. നല്ല വർക്കത്തുള്ള മുഖമാണല്ലോ. കിടന്ന് കീറാതെ, ഞാനൊന്ന് നോക്കട്ടെ. വള്ളക്കാരൻ ചോരക്കുഞ്ഞിനെ വീണ്ടും വീണ്ടും നോക്കി. അരയോളം പൊതിഞ്ഞു വെച്ചിരുന്ന ചോര ചവി പുരണ്ട തുണ്ട് എടുത്തു മാറ്റി. ഹായ്, ആണാണല്ലോ. വളർത്തിയെടുത്താൽ കൂട്ടിനൊരാളായി. തുണയ്ക്കല്ല, വേല ചെയ്ത് പണമുണ്ടാക്കാം. അഷ്ടിക്ക് വഴി അവനെ കൊണ്ട് ആകാമല്ലോ. പാലും പഴവും ഒന്നും കൊടുക്കാനില്ല. വല്ല കഞ്ഞിവെള്ളമോ റൊട്ടിയോ കൊടുക്കാം. കാശ് കിട്ടുമ്പോൾ തരം പോലെ വല്ലതും ചെയ്യാം. ഏതായാലും ഇരിക്കട്ടെ. വള്ളക്കാരൻ തലയിൽ കെട്ടാൻ ഉപയോഗിച്ചെന്ന് തോർത്തുകൊണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞ് കൈകളിലെടുത്ത് അയാൾ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. വല്ല അവകാശികളും ആരും വരാനില്ലാത്ത സാഹചര്യത്തെ തൻ്റേതാണെന്ന് കരുതി കൊണ്ട് തിരിച്ചു. കുട്ടിയെ വഴിയരികിൽ മാടക്കടയിലെ വരാന്തയിൽ കൊണ്ട് കിടത്തി. ചായക്കാരൻ്റെ കയ്യിൽ നിന്ന് 3 കരണ്ടി പാല് വാങ്ങി ഗ്ലാസ്സിലൊഴിച്ച് അതിൽ നിന്നും കുറച്ചെടുത്ത് കുഞ്ഞിൻ്റെ വായിൽ തൊട്ടുവെച്ചു. നുണഞ്ഞിറങ്ങിയ കുഞ്ഞിൻ്റെ ഭാഗം വള്ളക്കാരനെ സുഖിപ്പിച്ചു. അപ്പം നീ പാല് കുടിക്കും അല്ലേടാ? അയാൾ അവൻ്റെ കവിളിൽ കില്ലാൻ ശ്രമിച്ചു. ഒത്തുകൂടിയവരിൽ ചിലർ പറഞ്ഞു, അങ്ങനെ ചെയ്യാതെടാ മാടാ. കടത്തുമാടൻ ഒരച്ഛൻ്റെ ഗർവോടെ കുട്ടിയുടെ ചലനങ്ങൾ നോക്കി നിന്ന് രസിച്ചു. അന്തിശാപ്പാടിന് അരിയും മീനും വാങ്ങി വഴിയേ വന്ന കടത്തുമാടൻ്റെ ഭാര്യ ആളുകൂടി നിൽക്കുന്ന കടവരാന്തയിലേക്ക് എത്തി നോക്കി. അത് കണ്ട് കടത്തുമാടൻ ഭാര്യയോട് പറഞ്ഞു, എടീ ചിന്നേ, നിനക്കൊരു അപ്പിയെ വേണോ? എന്നാ പിടിച്ചോ. അയാൾ കുഞ്ഞിനെ എടുത്ത് ചിന്നുവിന് നീട്ടി. തലയിൽ നിന്ന വട്ടി നിലത്ത് വെച്ചവൾ കുഞ്ഞിനെ ആർത്തിയോടെ വാങ്ങി റൗക്കയിട്ട് കെട്ടിയ നെഞ്ചിലേക്ക് കുട്ടിയെ ചേർത്തണച്ചു. അവനപ്പോൾ അമ്മിഞ്ഞ മോന്താൻ ചുണ്ടുകൾ ചലിപ്പിച്ചു. കടത്തുമാടൻ്റെ വള്ളിക്കുടലിൽ അന്തി അണയുന്നതിന് മുമ്പേ ചിന്ന കുഞ്ഞിനെയും കൊണ്ട് വലതുകാൽ വെച്ച് കയറി പനമ്പായി നീട്ടിവിരിച്ച് തുണിയിട്ട് കുട്ടിയെ അതിൽ കിടത്തി. ചിമ്മിനി വിളക്ക് കത്തിച്ച് അവൻ്റെ മുന്നിൽ വെച്ചു. അത് കണ്ടവൻ കണ്ണടച്ചു. ചിന്നയ്ക്ക് അവൻ്റെ കണ്ണു തുറന്നു കാണണം. അവൾ വിളക്ക് മാറ്റി. കടത്തുകാരൻ മാടൻ്റെ ഭാര്യയെ മലടി ചിന്ന എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. വയസ്സേറെയായി, ഇനിയൊന്ന് പിറയില്ലെന്ന് ശങ്കയേറ്റ കാര്യമാണ്. അതിനാൽ അവൾ ആ വീട്ടിലൊരു ആൺതരി വന്നു കയറിയത് എണ്ണമുള്ള കാര്യമാണെന്ന് ഏനാത്ത് വീട്ടുകാർ പറഞ്ഞു. എറിമുള്ളവൻ വാസുവും കോലപ്പനാരാശ്ശേരിയും കടത്തുമാടൻ്റെ വീട്ടിലെ കന്നിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വന്നവരിൽ പ്രധാനികളായിരുന്നു. അന്തിക്കൽപ്പം മിനിങ്ങി കയ്യിൽ 2 റൊട്ടിക്കഷ്ണമായി വന്ന കടത്തുകാരൻ ചിന്നയെ വിളിച്ചു പറഞ്ഞു, ഇത് വെള്ളത്തിലിട്ട് കുവുത്ത് അവന് പീക്കി കൊടു. അവൻ്റെ അച്ഛനാടി ഞാൻ, നീ അവൻ്റെ തള്ളയും. വളരട്ടെ അവൻ. വളർന്നാൽ ഈ തോണി ഞാൻ അവന് കൊടുക്കും. അന്തിക്കഞ്ഞിക്കവൻ പണം കൊണ്ടുവരും. കാറ്റും വെയിലും കൊള്ളാതെ വിയർക്കാതെ കിട്ടുന്ന കാശുകൊണ്ട് ഈ ഉള്ളവന് ഗുണപ്പിടുത്തം ഉണ്ടാകും. വിനാശത്തിൻ്റെ വലയത്തിൽ വേവലാതെ അറിയാതെ ഉഷമലി പോലെ ആ പിഞ്ചു കുഞ്ഞ് കാലറ്റടിച്ചു. കൈകൾ അനക്കിയും ചിരിയൊപ്പിച്ചും വളരാൻ തുടങ്ങി. കുളപ്പുരയിൽ നിന്ന് ജന്മം കൊണ്ട ആ കുഞ്ഞിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ച കടത്തനാരനെയും ഭാര്യയെയും വല്ലാതെ ആകർഷിച്ചു. എന്തു കൊടുത്താലും അവൻ തിന്നും, എവിടെ കിടത്തിയാലും ഉറങ്ങും. എല്ലാം അവനിഷ്ടമാണ്, എല്ലാവരെയും. മഞ്ഞ മുണ്ടുടിപ്പിച്ച് നെറ്റിയെ ചന്ദനം പൂശിയും കടത്തുകാരി തൻ്റെ കുഞ്ഞിൻ്റെ സൗന്ദര്യഭാവം കണ്ടു. അന്തിപ്പണി തീർന്നാൽ കടത്തുകാരനെയും
നിന്നും വീട്ടിൽ ഓടിയെത്തും. അവൻ്റെ കുസൃതി കാണാൻ ഒരച്ഛൻ്റെ ദീപ്തമായ ഹൃദയം ആ കടത്തുകാരനിൽ നാം വിട്ടു. മാതൃത്വത്തിൻ്റെ മഹനീയത അനുഭവങ്ങളിലൂടെ കടത്തുകാരി അറിഞ്ഞു. ആത്മസംതൃപ്തിയും ഐശ്വര്യവും മുളച്ചു നിന്ന ഒരു വർഷം ഓടി മറഞ്ഞു. അന്നൊരു ദിവസം ഉച്ചയ്ക്ക് കടത്തുകാരൻ്റെ വീട്ടുമുറ്റത്ത് ആണും പെണ്ണുമായി കുറേ പേർ കൂടി നിൽക്കുന്നത് കണ്ട് വഴിപോക്കലിൽ ചിലർ പറഞ്ഞു, ഇന്ന് കടത്തുകാരൻ്റെ ദത്തുപുത്രൻ്റെ കടിഞ്ഞൂൽ പിറന്നാളാണ്. മുഖപരിചയമുള്ളവരെയൊക്കെ അയാൾ ക്ഷണിച്ചിട്ടുണ്ട്. ഊണു കെങ്കേമമായി ഇരിക്കാനാണ് സാധ്യത. ചെറുക്കൻ കാലൂന്നിയ ശേഷമാണ് മാടന് പൊരുത്ത് പണം വരാറുണ്ട്. പൊന്നുപോലത്തെ ചെറുക്കനല്ലേ, അവനിരിക്കുന്നിടം പൊന്നാകും. വിഭവസമർത്ഥമായ കുഞ്ഞൂണ് ആരംഭിക്കുന്നതിന് മുമ്പേ ഒരു വലിയ തിരി കത്തിച്ച് ഊതിയണച്ച് അവനെ മടിയിലിരുത്തി പാൽച്ചോറ് കൊടുത്തു. പിന്നെ കുട്ടനെ അമ്മയുടെ മടിയിലിരുത്തി തായ് വീട്ടിലെ മുത്തശ്ശി പേര് വിളിച്ചു 3 പ്രാവശ്യം വിളിച്ചു, വള്ളോൻ വള്ളോൻ വള്ളോൻ. വസന്തഗമത്തിൻ്റെ സൂചന കുറിച്ചുകൊണ്ട് മെല്ലെ കടന്നുപോയ മന്ദമാരുതൻ അവിടം കൂടി നിന്നവരുടെയൊക്കെ മനസ്സിൽ ലോല നിവൃത്തി ചൊരിഞ്ഞു. ഒരു വർഷം ഒരു ഓർമ്മ പോലെ കടന്നുപോയി. വള്ളോൻ കമരാനും ഇഴയാനും പിച്ച വയ്ക്കാനും ഒക്കെ തുടങ്ങി. ചിലപ്പോഴൊക്കെ അച്ഛൻ അവനെ തോളത്തേറ്റി തോണി തുഴയാൻ കൊണ്ടുപോകും. അരുവിയിൽ അലയുന്ന ശീതളവായു അവനെ കോരിത്തരിപ്പിക്കുമായിരുന്നു. പെട്ടെന്ന് വളർന്നെങ്കിൽ അവനെ കൊണ്ട് പണി ഒപ്പിക്കാമായിരുന്നു. കടത്തുകാരൻ്റെ മനസ്സ് മന്ത്രിച്ചു. അനശ്രിതമായ ജീവിത പാലായനത്തിൽ കടത്തുകാരന് തൻ്റെ മകനെ തൊഴിലൊടിപ്പിക്കാനുള്ള വ്യഗ്രതയായിരുന്നു. പിഞ്ചു ബാലൻ്റെ കൈ കരുത്തു വയ്ക്കുന്നതിന് മുമ്പ് അമരം കയ്യിൽ കൊടുക്കുവാനുള്ള കടത്തുമാടിൻ്റെ മനസ്സിലിരിപ്പ് ചിന്നയ്ക്ക് അത്ര പിടിച്ചില്ല. ചിലപ്പോഴൊക്കെ ഇക്കാര്യത്തെ ചൊല്ലി അവർ വഴക്കിടാറുണ്ടായിരുന്നു. ഇംഗിതത്തിനൊത്ത് തൻ്റെ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാനുള്ള കടത്തുകാരൻ്റെ ആവേശം പലപ്പോഴും നിർദ്ദയമായിരുന്നു. എങ്കിലും പിഞ്ചു ബാലകനായ വള്ളോന് അച്ഛനെ ഇഷ്ടമായിരുന്നു. അമ്മയോടായിരുന്നു അധികം ഇഷ്ടം. അച്ഛൻ്റെ കർക്കശമായ ചിട്ടപ്പടിയിൽ അവനെ വളർത്തിയെടുക്കാൻ പണിപ്പെടുമ്പോൾ ചിന്നയുടെ ഇടപെടൽ ചിലപ്പോഴൊക്കെ അവിടിനെ ഒരു വെടിമരുന്ന് ശാലയാക്കി മാറ്റിയിരുന്നു. കണ്ടും കേട്ടും മനസ്സിലാകാതെ നടന്ന 2.5 വയസ്സുകാരനായ വള്ളോൻ ഉള്ളതുമില്ലായ്മയും അറിയാതെ അടച്ചിട്ട കിളിയെപ്പോലെ കടത്തുമടൻ്റെ കൂട്ടിൽ വളർന്നു. ഇനി നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്ന കഥ നാറാണത്തു ഭ്രാന്തനാണ്. അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.